സക്സസ് ഫയലിൻ്റെ ഈ ക്ലാസ്സിലൂടെ SSCRT ടെക്സ്റ്റ് ബുക്ക് IT+1 IT-യിലെ കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളെയാണ് നമ്മൾ പഠിക്കുന്നത്. സിലബസ് അനുസരിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ് കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ ഹാർഡ്വെയറിലെ പ്രോസസ്സർ, മദർ ബോർഡ്, പെരിഫറലുകളും പോർട്ടുകളും ഇത്രയും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലാസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും അത് കാണുക. അത് പഠിച്ചതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നു മെമ്മറി. ഡാറ്റയോ നിർദ്ദേശങ്ങളോ ഫലങ്ങളോ താൽക്കാലികമായോ സ്ഥിരമായോ സൂക്ഷിച്ചു വയ്ക്കുവാനുള്ള സ്ഥലമാണ് മെമ്മറി. എന്താണ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഡാറ്റ, നിർദ്ദേശങ്ങൾ, ഫലങ്ങൾ താൽക്കാലികമായോ സ്ഥിരമായോ സൂക്ഷിച്ചു വയ്ക്കാനുള്ള സ്ഥലമാണ് മെമ്മറി. രണ്ട് തരം മെമ്മറിയാണുള്ളത്. മെമ്മറിയെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. പ്രാഥമിക മെമ്മറി, ദ്വിതീയ മെമ്മറി. ഒന്ന് പ്രാഥമിക മെമ്മറി, രണ്ട് ദ്വിതീയ മെമ്മറി. പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി. മെമ്മറിയെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. പ്രാഥമിക മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി, ദ്വിതീയ മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറി. മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസ്സറുമായി നേരിട്ട് ബന്ധപ്പെടുന്നതുമായ മെമ്മറിയാണ് പ്രാഥമിക മെമ്മറി. ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ്, മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസ്സറുമായി നേരിട്ട് ബന്ധപ്പെടുന്നതുമായ മെമ്മറി ഏത് എന്ന് ചോദിച്ചാൽ അത് പ്രാഥമിക മെമ്മറിയാണ്. സ്ഥിരമായി വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതും പ്രോസസ്സറുമായി പ്രാഥമിക മെമ്മറിയിലൂടെ മാത്രം വിവരങ്ങൾ കൈമാറുന്നതുമായ മെമ്മറിയാണ് ദ്വിതീയ മെമ്മറി. നമ്മളോട് ചോദിക്കുകയാണ്, സ്ഥിരമായി വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന മെമ്മറി ഏത് എന്ന് ചോദിച്ചാൽ അത് ദ്വിതീയ മെമ്മറി. പിന്നെ ചോദിക്കുകയാണ്, പ്രോസസ്സറുമായി പ്രാഥമിക മെമ്മറിയിലൂടെ മാത്രം വിവരങ്ങൾ കൈമാറുന്ന മെമ്മറി ഏത് എന്ന് ചോദിച്ചാൽ അത് ദ്വിതീയ മെമ്മറി. അടുത്തതായിട്ട് നമുക്ക് മെമ്മറിയുടെ ഏകകങ്ങളെക്കുറിച്ച് നോക്കാം. ഏകകങ്ങൾ, മെമ്മറിൻ്റെ യൂണിറ്റുകൾ. ബൈനറി ഡിജിറ്റ്, ഒരു ബിറ്റ്. ഒരു ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത് ഒരു ബിറ്റാണത്. 0 ആകാം, 1 ആകാം. പിന്നെ പറയുവാണ് 1 നിബിൾ. 1 നിബിൾ എന്ന് പറഞ്ഞാൽ 4 ബിറ്റാണ്. നിബിൾ 1 നിബിൾ എന്ന് പറയുന്നത് 4 ബിറ്റാണ്. ഇത് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 1 നിബിൾ എന്ന് പറയുന്നത് 4 ബിറ്റ്. പിന്നെ നമുക്കറിയാം ഒരു ബൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 8 ബിറ്റുകൾ കൂടുന്നതാണ് ഒരു ബൈറ്റ്. ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കിലോ ബൈറ്റ് എത്രയാണ്? 1024 ബൈറ്റുകൾ കൂടുന്നതാണ് ഒരു കിലോ ബൈറ്റ്. 1024 ബൈറ്റുകൾ കൂടുന്നതാണ് ഒരു കിലോ ബൈറ്റ്. നമുക്ക് നോക്കാം. ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ബിറ്റ് ആയിരിക്കും. അതായത് 0 ആകാം അല്ലെങ്കിൽ 1 ആകാം. അതാണ് ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത്. 1 നിബിള് എത്ര ബിറ്റ് എന്ന് ചോദിച്ചാൽ 4 ബിറ്റാണ്. 4 ബിറ്റാണ് 1 നിബിൾ എന്ന് പറയുന്നത്. ഇനി 1 ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റാണ്. 8 ബിറ്റാണ് 1 ബൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1 കിലോ ബൈറ്റ് എന്ന് പറയുന്നത് 1024 ബൈറ്റ്സ്. 1024 ബൈറ്റ്സ് ആണ് 1 കിലോ ബൈറ്റ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് നോക്കുന്നത് 1 മെഗാബൈറ്റ്. MB ആണ് മെഗാബൈറ്റ്. 1 മെഗാബൈറ്റ് എന്ന് പറയുന്നത് 1024 കിലോ ബൈറ്റ്. ഇപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു 1 കിലോ ബൈറ്റ് എന്ന് പറയുന്നത് 1024 ബൈറ്റ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ 1 മെഗാബൈറ്റ് എന്ന് പറയുന്നത് 1024 കിലോ ബൈറ്റ്. 1024 കിലോ ബൈറ്റ് ആണ് 1 മെഗാബൈറ്റ്. ഇനി 1 ജിഗാബൈറ്റ് എന്ന് പറയുന്നത് 1024 മെഗാബൈറ്റ്. 1024 മെഗാബൈറ്റ് ആണ് 1 ജിഗാബൈറ്റ് എന്ന് പറയുന്നത്. 1 ടെറാബൈറ്റ്. 1 ടെറാബൈറ്റ് എന്ന് പറയുന്നത് 1024 ജിഗാബൈറ്റ്. 1024 ജിഗാബൈറ്റ് ആണ് 1 ടെറാബൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് 1 പെറ്റാബൈറ്റ്. പെറ്റാബൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1024 ടെറാബൈറ്റ്. ഈ ഓർഡർ അങ്ങോട്ട് പഠിച്ചു വയ്ക്കാം. മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറ്റാബൈറ്റ്. ഈ ഓർഡർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ഓർത്തെടുക്കാം. 1 മെഗാബൈറ്റ് എന്ന് പറയുന്നത് 1024 കിലോ ബൈറ്റ് ആണ്.
1 GB എന്ന് പറയുന്നത് 1024 MB ആണ്. 1 TB എന്ന് പറയുന്നത് 1024 GB ആണ്. 1 PB എന്ന് പറയുന്നത് 1024 TB ആണ്. അപ്പം ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് മെമ്മറിൻ്റെ ഒന്നും കൂടി നോക്കാം. ഡാറ്റയോ നിർദ്ദേശങ്ങളോ ഫലങ്ങളോ താൽക്കാലികമായോ സ്ഥിരമായോ സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലമാണ് മെമ്മറി. മെമ്മറിയെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. പ്രാഥമിക മെമ്മറി അല്ലെങ്കിൽ നമ്മൾ പറയും പ്രൈമറി മെമ്മറി, ദ്വിതീയ മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറി. ഇങ്ങനെ മെമ്മറിയെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസ്സറുമായി നേരിട്ട് ബന്ധപ്പെടുന്നതുമായ മെമ്മറിയാണ് പ്രാഥമിക മെമ്മറി. സ്ഥിരമായി വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. പ്രോസസ്സറുമായിട്ട് പ്രാഥമിക മെമ്മറിയിലൂടെ മാത്രം വിവരങ്ങൾ കൈമാറുന്ന മെമ്മറിയാണ് ദ്വിതീയ മെമ്മറി. ഇനി മെമ്മറിയുടെ യൂണിറ്റ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മൾ നോക്കുന്നത് പ്രാഥമിക മെമ്മറി. പ്രാഥമിക മെമ്മറി. പ്രാഥമിക മെമ്മറി എന്നത് സെമി കണ്ടക്ടർ മെമ്മറിയാണ്. പ്രാഥമിക മെമ്മറി എന്നത് സെമി കണ്ടക്ടർ മെമ്മറി. ഓർത്തു വയ്ക്കുക, പ്രാഥമിക മെമ്മറി എന്നത് സെമി കണ്ടക്ടർ മെമ്മറിയാണ്. ഇതിനെ CPU നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. ഇതിന് ഡാറ്റ വളരെ വേഗത്തിൽ അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനും കഴിവുണ്ട്. 3 തരത്തിലുള്ള മെമ്മറിയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അവ റാം, റോം, ക്യാഷ് മെമ്മറി എന്നിവയാണ്. റാം, റോം, ക്യാഷ് മെമ്മറി എന്നിവയാണ്. പ്രൈമറി മെമ്മറി 3 തരത്തിലാണുള്ളത്. അവ റാം, റോം, ക്യാഷ് മെമ്മറി എന്നിവയാണ്. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറിയാണ് റാം. മൈക്രോ പ്രോസസ്സറിന് ഡാറ്റ സംഭരിക്കാനും തിരിച്ചെടുക്കുവാനും സാധിക്കുന്ന റാം എന്ന പ്രാഥമിക മെമ്മറി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. റാം ഇതാണ് റാം, റാൻഡം ആക്സസ് മെമ്മറി. റാമിനുള്ളിൽ ഡാറ്റ എവിടെ നിന്ന് വേണമെങ്കിലും ശേഖരിക്കാനോ തിരിച്ചെടുക്കുവാനോ സാധിക്കും. CPU പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റയോ നിർദ്ദേശങ്ങളോ റാമിനുള്ളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇപ്പോൾ CPU ഒരു പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ അതിനു വേണ്ട എല്ലാ ഡാറ്റയും റാമിനുള്ളിൽ ഉണ്ടായിരിക്കണം. വൈദ്യുത ബന്ധം നിലയ്ക്കുമ്പോൾ റാമിനുള്ളിൽ അടങ്ങിയിരിക്കുന്നതെല്ലാം നഷ്ടപ്പെടുന്നു. അതിനാൽ റാം ഒരു അസ്ഥിര മെമ്മറിയാണ്. റാമിൻ്റെ സംഭരണശേഷി ജിഗാബൈറ്റിലാണ് പറയാറുള്ളത്. റാമിൻ്റെ സംഭരണശേഷി പറയുന്നത് ഏത് യൂണിറ്റാണ്? ജിഗാബൈറ്റ്. എത്രമാത്രം വേഗത്തിൽ ഡാറ്റ മെമ്മറിയിൽ സംഭരിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചെടുക്കുന്നു എന്നതാണ് റാമിൻ്റെ വേഗത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അളക്കുന്നത് മെഗാ ഹെർട്സിലാണ്. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലെ റാമിൽ താഴെ പറയുന്നവ ഉണ്ടായിരിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റ. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ റാമിൽ ഉണ്ടായിരിക്കണം, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഇതിൻ്റെ അളവ് പറയുന്നത് ജിഗാബൈറ്റിലാണ്. ഇതൊരു അസ്ഥിര മെമ്മറിയാണ്. അതായത് കറണ്ട് പോയി കഴിയുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന ഡാറ്റയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഇനി അടുത്തത് റീഡ് ഓൺലി മെമ്മറി. റോം. റീഡ് ഓൺലി മെമ്മറി. റോം എന്നത് ഒരു സ്ഥിര മെമ്മറിയാണ്. ഓർത്തു വയ്ക്കുക. അതിൽ നിന്ന് ഡാറ്റ വീണ്ടെടുക്കുവാൻ മാത്രമേ കഴിയൂ. ഇതിൻ്റെ ഉള്ളടക്കം എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കില്ല. വൈദ്യുത ബന്ധം നിലച്ചാലും അതിലെ ഉള്ളടക്കം മാഞ്ഞു പോകാതെ നിലനിൽക്കുന്നു. റാമിൽ നമ്മൾ പഠിച്ചു വൈദ്യുതി പോയി കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ് പോകുമെന്നത്. എന്നാൽ റോമിൽ വൈദ്യുതി പോയി കഴിഞ്ഞാലും അതിൻ്റെ കണ്ടന്റിന് യാതൊന്നും സംഭവിക്കുന്നില്ല. ബയോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക ബൂട്ട് അപ്പ് ബയോസ് എന്നൊരു പ്രത്യേക ബൂട്ട് അപ്പ് പ്രോഗ്രാം റോമിൽ അടങ്ങിയിരിക്കുന്നു. റോം ചിപ്പാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് റോം ചിപ്പ്. റോമിൽ എന്താണ്? ബയോസ് എന്നൊരു ബൂട്ടപ്പ് പ്രോഗ്രാം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ബയോസ് റോമിലാണ് ബയോസ്. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴോ ബൂട്ടപ്പ് ചെയ്യുമ്പോഴോ ഈ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നു. ഇത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ പരിശോധിക്കുകയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ മെമ്മറിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. റോമിൻ്റെ ചില പരിഷ്കരിച്ച രൂപങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു.
ബയോസിൻ്റെ ഫുൾ ഫോം ആണ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ബയോസിൻ്റെ ഫുൾ ഫോം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ഇത് പ്രവർത്തിക്കുകയും കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ പരിശോധിക്കുകയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ മെമ്മറിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ആര്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ബയോസ്. ഇനി പറഞ്ഞിരിക്കുന്നത് റോമിൻ്റെ ചില പരിഷ്കരിച്ച രൂപങ്ങളാണ്. ആദ്യത്തേത് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, പ്രോം. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഓർത്ത് വയ്ക്കുക, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഒരിക്കൽ മാത്രം പ്രോഗ്രാം ചെയ്യപ്പെടുന്ന മെമ്മറിയാണ്. ഒരിക്കൽ മാത്രം പ്രോഗ്രാം ചെയ്യപ്പെടുന്ന മെമ്മറിയാണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അടുത്തത് ഇപ്രോം ആണ്. ഇപ്രോം, ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഉപയോഗിച്ച് മായ്ച്ച് വീണ്ടും എഴുതാൻ കഴിയുന്ന മെമ്മറിയാണ് ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇപ്പോൾ ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയിൽ ഉപയോഗിക്കുന്നത് അൾട്രാ വയലറ്റ് റേഡിയേഷനാണ്. അത് ഉപയോഗിച്ചിട്ട് മായ്ച്ച് കളഞ്ഞിട്ട് വീണ്ടും എഴുതാൻ കഴിയുന്ന മെമ്മറിയാണ് ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അടുത്തത് ഇപ്രോം, ഇലക്ട്രിക്കലി ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇലക്ട്രിക്കലി ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. വൈദ്യുതി ഉപയോഗിച്ച് മായ്ച്ച് വീണ്ടും എഴുതാൻ കഴിയുന്ന മെമ്മറി. ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ് വൈദ്യുതി ഉപയോഗിച്ച് മായ്ച്ചിട്ട് വീണ്ടും എഴുതാൻ കഴിയുന്ന മെമ്മറിയാണ് ഇലക്ട്രിക്കലി ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇപ്രോം. പ്രോം, ഇപ്രോം, ഇപ്രോം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, ഈ തന്നിരിക്കുന്ന ഒരു ബോക്സിൽ റാമിൻ്റെയും റോമിൻ്റെയും താരതമ്യം കൊടുത്തിരിക്കുന്നു. റാമിൻ്റെയും റോമിൻ്റെയും. റാൻഡം ആക്സസ് മെമ്മറി, ഇത് റോമിനേക്കാൾ വേഗത കൂടിയതാണ്. ഇപ്പോൾ റോമിനേക്കാൾ റാൻഡം ആക്സസ് മെമ്മറിയാണ് വേഗത കൂടിയ മെമ്മറി. വേഗത കൂടിയ മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി. വേഗത കൂടിയത് റോം എന്ന് പറയുമ്പോൾ അതിന് വേഗത കുറവാണ്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഡാറ്റയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സൂക്ഷിക്കുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഡാറ്റയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും റാമിൽ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാനും പ്രോഗ്രാം റോമിലാണ് ബയോസ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാം സൂക്ഷിക്കുന്നത് എവിടെയാണ്? റോമിലാണ്. ഇപ്പോൾ റാമിൽ എന്തൊക്കെ വേണം? ഡാറ്റ വേണം, ആപ്ലിക്കേഷൻ പ്രോഗ്രാം വേണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. റോമിൽ എന്തൊക്കെയാണുള്ളത്? ബയോസ്. കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള പ്രോഗ്രാം ബയോസ് എവിടെയാണ്? റോമിലാണ്. ഇനി അടുത്തത്, ഡാറ്റയുടെ സംഭരണവും വീണ്ടെടുക്കലും ഇത് അനുവദിക്കുന്നു. ഡാറ്റയെ ശേഖരിച്ച് വെക്കാനും പറ്റും, വീണ്ടെടുക്കുവാനും പറ്റും. റോമിലാണെങ്കിൽ എന്ത് പറ്റും? സാധാരണ ഇതിൽ നിന്ന് ഡാറ്റ തിരിച്ചെടുക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. റാമിൽ കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഇതിൽ ഉള്ളടക്കം നഷ്ടപ്പെടുന്നതിനാൽ ഇതൊരു അസ്ഥിര മെമ്മറിയാണ്. കമ്പ്യൂട്ടർ ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ റാമിലുള്ള ഡാറ്റ പോവും. അതുകൊണ്ട് തന്നെ ഇതൊരു അസ്ഥിര മെമ്മറിയാണ്. കമ്പ്യൂട്ടർ ഓഫാക്കിയാലും റോമിലെ ഉള്ളടക്കം നഷ്ടപ്പെടുത്താത്തതിനാൽ ഇതൊരു സ്ഥിര മെമ്മറിയാണ്. റാം എന്നത് അസ്ഥിര മെമ്മറിയാണ്, റോം എന്നത് സ്ഥിര മെമ്മറിയാണ്. ഈ പോയിന്റ്സ് തീർച്ചയായിട്ടും ഓർത്ത് വെക്കുക. വേഗത കൂടിയ മെമ്മറിയാണ് റാം. റാം എന്നത് റാൻഡം ആക്സസ് മെമ്മറി. വേഗത കുറവാണ് റോം, റീഡ് ഓൺലി മെമ്മറി. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഡാറ്റയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സൂക്ഷിച്ചു വെക്കുന്നത് റാമിലാണ്. ബയോസ് ഉള്ളത് റോമിലാണ്. ഡാറ്റയുടെ സംഭരണവും വീണ്ടെടുക്കലും ഇത് അനുവദിക്കുന്നു. ആര്? റാം. സാധാരണയായി ഇതിൽ നിന്ന് ഡാറ്റ തിരിച്ചെടുക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. ഏതിൽ നിന്ന്? റോമിൽ നിന്ന്. റാം എന്നത് എന്താണ്? ഒരു അസ്ഥിര മെമ്മറിയാണ്. കറണ്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പവർ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാറ്റ നഷ്ടപ്പെടും. റോം എന്നത് ഒരു സ്ഥിര മെമ്മറിയാണ്. കമ്പ്യൂട്ടർ ഓഫ് ആക്കിയാലും ഇതിലെ ഡാറ്റയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അടുത്തത് ക്യാഷ് മെമ്മറി. പ്രോസസ്സറിൻ്റെയും റാമിൻ്റെയും ഇടയ്ക്ക് ഉള്ള ഒരു ചെറുതും വേഗതയേറിയതുമായ മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ഏതിൻ്റെയൊക്കെയാണ്? പ്രോസസ്സറിൻ്റെയും റാമിൻ്റെയും ഇടയ്ക്കുള്ള ചെറുതും വേഗതയേറിയതുമായ മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ഇടയ്ക്കിടെ ആവശ്യമായി വരുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും ഇടക്കാല ഫലങ്ങളും വേഗത്തിലെടുക്കുവാൻ വേണ്ടി ക്യാഷ് മെമ്മറിയിൽ സൂക്ഷിക്കുന്നു. പ്രോസസ്സർ റാമിലെ ഒരു ലൊക്കേഷനിൽ സംഭരിക്കുകയോ അതിൽ നിന്ന് തിരിച്ചെടുക്കുകയോ ചെയ്യുമ്പോൾ
ആദ്യം ക്യാഷ് മെമ്മറിയിൽ ഡാറ്റയുടെ ഒരു കോപ്പി ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഇപ്പോൾ പ്രോസസ്സറിന് ഒരു ഡാറ്റ ആവശ്യമാണ്, അപ്പോൾ അതിന് റാമിൽ നിന്ന് വേണം എങ്കിൽ ഈ റാമിലെ ഈ സെയിം ഡാറ്റ ഈ ക്യാഷയിൽ അവൈലബിൾ ആണോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സറിന് ഡയറക്റ്റ് ഈ ക്യാഷയിൽ നിന്നും ഡാറ്റേനെ എടുക്കാം. റാമിനേക്കാൾ വേഗത്തിൽ ക്യാഷ് മെമ്മറിയിൽ നിന്നും ഡാറ്റ തിരിച്ചെടുക്കുന്നു. റാമിനേക്കാളും വിലയേറിയതാണ് ക്യാഷ് മെമ്മറി. CPU-ന്റെയും മദർ ബോർഡിന്റെയും ഉള്ളിലുള്ള ക്യാഷ് മെമ്മറി സിസ്റ്റത്തിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. CPU-ന്റെയും മദർ ബോർഡിന്റെയും ഉള്ളിലുള്ള ക്യാഷ് മെമ്മറി സിസ്റ്റത്തിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. എന്താണ് ഇതിൽ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്? പ്രോസസ്സറിനും റാമിനും ഇടയ്ക്കുള്ള ചെറിയതും വേഗതയേറിയതുമാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രോസസ്സറിന് ഡാറ്റ എടുക്കുകയോ റാമിൽ നിന്ന് വേണമെങ്കിൽ അത് ഈ ക്യാഷ് മെമ്മറിയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ക്യാഷ് മെമ്മറിയിൽ ഉണ്ടെങ്കിൽ അത് ക്യാഷ് മെമ്മറിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പെട്ടെന്ന് എടുക്കുന്നു. ഇതാണ് ക്യാഷ് മെമ്മറി. CPU-ന്റെയും മദർ ബോർഡിന്റെയും ഉള്ളിലുള്ള ക്യാഷ് മെമ്മറി സിസ്റ്റത്തിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. അടുത്തത് ദ്വിതീയ മെമ്മറി, സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ ഓക്സിലറി സ്റ്റോറേജ് എന്ന് പറയും. ദ്വിതീയ മെമ്മറി, സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ ഓക്സിലറി സ്റ്റോറേജ്. ദ്വിതീയ മെമ്മറി സ്ഥിരമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ദ്വിതീയ മെമ്മറി എന്ന് പറയുന്നത് സ്ഥിര മെമ്മറിയാണ്. റാമിൽ നിന്നും വ്യത്യസ്തമായി കമ്പ്യൂട്ടറിന്റെ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചാലും ഈ ഉപകരണങ്ങളെ സംഭരിച്ചിട്ടുള്ള ഡാറ്റ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ദ്വിതീയ മെമ്മറി റാമിനേക്കാൾ സംഭരണശേഷി വളരെ കൂടുതലുള്ളതാണ്, എന്നാൽ ഇതിന് വേഗത കുറവാണ്. പ്രോഗ്രാമും ഡാറ്റയും ഇതിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും പ്രോസസ്സറിന് അവയെ നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. നമ്മൾ പഠിച്ചായിരുന്നു പ്രൈമറി മെമ്മറിയിലൂടെ മാത്രമാണ് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതെന്ന്. ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റയോ പ്രോഗ്രാമുകളോ കൈമാറ്റം ചെയ്യാൻ ദ്വിതീയ മെമ്മറി ഉപയോഗിക്കുന്നു. ഇതൊരു പിന്തുണ സംഭരണി അല്ലെങ്കിൽ ബാക്കപ്പായും ഉപയോഗിക്കുന്നു. സംഭരണ ഉപകരണങ്ങളുടെ പ്രധാന തരം തിരിവുകളാണ് മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ, സെമി കണ്ടക്ടർ മെമ്മറി എന്നിവ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നു മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ, സെമി കണ്ടക്ടർ മെമ്മറി. ആദ്യം നോക്കുന്നത് കാന്തിക സംഭരണ ഉപകരണങ്ങൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്. കാന്തിക വസ്തുക്കൾ ലേപനം ചെയ്ത പ്ലാസ്റ്റിക് ടേപ്പോ മെറ്റൽ, പ്ലാസ്റ്റിക് ഡിസ്കോ ആണ് കാന്തിക സംഭരണ ഉപകരണങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഉപകരണങ്ങളിൽ ഡാറ്റ കാന്തികമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഡാറ്റ ഈ ഉപകരണങ്ങളിൽ നിന്നും ഉപയോഗിക്കുന്നത് റീഡ് റൈറ്റ് ഹെഡ് ഉപയോഗിച്ചിട്ടാണ്. ചില പ്രശസ്തമായ കാന്തിക സംഭരണ ഉപകരണങ്ങളാണ് മാഗ്നറ്റിക് ടേപ്സ്, ഹാർഡ് ഡിസ്ക് തുടങ്ങിയവ. അപ്പോൾ കാന്തിക സംഭരണ ഉപകരണങ്ങൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസിന് എക്സാമ്പിൾസ് ആണ് മാഗ്നറ്റിക് ടേപ്സ്, ഹാർഡ് ഡിസ്കുകൾ തുടങ്ങിയവ. അടുത്തത് പഠിക്കുന്നത് കാന്തിക ടേപ്പാണ്, മാഗ്നറ്റിക് ടേപ്പ്. ഭീമമായ അളവിൽ ഡാറ്റ സംഭരിക്കുന്നതിനുള്ള ഒരു പിന്തുണ സംഭരണ ഉപകരണമാണ് മാഗ്നറ്റിക് ടേപ്പ്. ഭീമമായ വളരെ കൂടുതൽ അളവിൽ ഡാറ്റ സംഭരിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് മാഗ്നറ്റിക് ടേപ്പ്. മറ്റ് കാന്തിക സംഭരണ ഉപകരണങ്ങളെ അപേക്ഷിച്ച് 1 യൂണിറ്റ് അളവ് ടേപ്പിന്റെ വില താരതമ്യേന കുറവാണ്. ഇനി നേർത്ത കാന്തിക പദാർത്ഥം പൂശിയ കനം കുറഞ്ഞ ഒരു ടേപ്പ് അടങ്ങുന്ന ആലേഖന മാധ്യമമാണിത്. അനലോഗ് ഡാറ്റയോ ഡിജിറ്റൽ ഡാറ്റയോ ആലേഖനം ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. ഒരു റീഡ് റൈറ്റ് ഹെഡ് ഉപയോഗിച്ച് ടേപ്പിന്റെ വീതിക്ക് കുറുകെ ഫ്രെയിമുകളായാണ് ഡാറ്റ സംഭരിക്കുന്നത്. ഇത്തരം ഫ്രെയിമുകളെ ഒരുമിച്ച് ചേർത്ത ബ്ലോക്കുകൾ അഥവാ റെക്കോർഡുകളാക്കി മാറ്റുകയും അതുപോലെ അവയെ ഗ്യാപ്പുകളിലൂടെ മറ്റ് ബ്ലോക്കുകളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുകയും ചെയ്യുന്നു. മാഗ്നറ്റിക് ടേപ്പ് ഒരു ഓഡിയോ കാസറ്റ് പോലെ അനുവർത്തന സമീപന ശൈലിയുള്ള മാധ്യമം ആയതിനാൽ സീക്വൻഷ്യൽ ആക്സസ് മോഡ് ആയതിനാൽ അതിൽ ഒരു ഡാറ്റയുടെ സ്ഥാനം കണ്ടെത്താൻ കൂടുതൽ സമയമെടുക്കും. ഉദാഹരണമായി ടേപ്പിലെ 100ാമത്തെ റെക്കോർഡ് വേണമെങ്കിൽ അതിനു മുമ്പിലുള്ള 99 റെക്കോർഡുകളിലൂടെയും കടന്നുപോയേ മതിയാവൂ. ടേപ്പ് മാധ്യമത്തിന്റെ സംഭരണ ശേഷി ടെറാബൈറ്റുകളിലാണ് സൂചിപ്പിക്കുന്നത്. മാഗ്നറ്റിക് ടേപ്പിന്റെ സംഭരണ ശേഷി സൂചിപ്പിക്കുന്നത് ടെറാബൈറ്റിലാണ്. അടുത്തത് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് എന്നത് പൊടി കടക്കാത്ത പെട്ടിക്കുള്ളിൽ ഉള്ളടക്കം ചെയ്തിട്ടുള്ള കാന്തിക പദാർത്ഥം പൂശിയ ലോഹ തകിടുകളാണ്.
ഹാർഡ് ഡിസ്കുകൾക്ക് വളരെ ഉയർന്ന സംഭരണശേഷിയും ഉയർന്ന ഡാറ്റ വിനിമയ നിരക്കും കുറഞ്ഞ സമീപന സമയവും ആക്സസ് ടൈം കുറവാണുള്ളത്. മാഗ്നറ്റിക് ടേപ്പിൽ നമ്മൾ പഠിച്ചു ആക്സസ് ടൈം കൂടുതലാണ്, ഹാർഡ് ഡിസ്കിൽ ആക്സസ് ടൈം കുറവാണ്. ഇത് കൂടുതൽ ശാശ്വതവും എന്നാൽ പിഴവുകൾക്ക് സാധ്യതയില്ലാത്തതുമാണ്. കമ്പ്യൂട്ടറുകളിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ദ്വിതീയ സംഭരണ ഉപകരണം, കമ്പ്യൂട്ടറുകളിൽ നോർമലായിട്ട് ഉപയോഗിക്കുന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസാണ് ഹാർഡ് ഡിസ്ക്. ഒരു ഹാർഡ് ഡിസ്കിൽ ഒന്നോ അതിലധികമോ താലങ്ങൾ പ്ലേറ്റേഴ്സ് അടങ്ങിയിരിക്കും. ഓരോ താലത്തിലും ഒരു പ്രതലത്തിന് 1 എന്ന കണക്കിൽ 2 റീഡ് റൈറ്റ് ഹെഡുകളുണ്ടായിരിക്കും. ഡാറ്റ സംഭരിക്കുന്നതിനായി ചിത്രം 2.5 ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സമീപനകരത്തിൽ ആക്സസ് ആം ഘടിപ്പിച്ചിട്ടുള്ള ചെറിയൊരു വിദ്യുത് കാന്തിക റീഡ് റൈറ്റ് ഹെഡ് ഡിസ്കിന്റെ പ്രതലത്തിലെ ചെറിയ പുള്ളികളെ കാന്തികമാക്കുന്നു. ഇതേ വൈദ്യുത് കാന്ത ഹെഡ് തന്നെ പിന്നീട് ഈ പുള്ളികളെ കാന്തിക മണ്ഡലം തിരിച്ചറിയുകയും ഡിസ്കിൽ നിന്നും ഡാറ്റ തിരികെ വായിച്ചെടുക്കുകയും ചെയ്യുന്നു. താലത്തിന്റെ പ്രതലത്തിൽ ട്രാക്കുകളിലും സെക്ടറുകളിലുമായാണ് ഡാറ്റ സംഭരിക്കുന്നത്. അപ്പോൾ ഒരു ഹാർഡ് ഡിസ്കിൽ ഡാറ്റ സംഭരിക്കുന്നത് സെക്ടറുകളും ട്രാക്കുകളും സെക്ടറുകളുമായിട്ടാണ് ഹാർഡ് ഡിസ്കിൽ ഡാറ്റ സംഭരിക്കുന്നത്. ഈ ചിത്രം നോക്കുക 2.16. ഇതില്ലേ ഇതാണ് ട്രാക്ക് എന്ന് പറയുന്നത്. ഈ ട്രാക്കിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷൻ കാണുന്നില്ലേ, ഇതാണ് സെക്ടർ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. താലത്തിന്റെ പ്രതലത്തിൽ ട്രാക്കുകളും സെക്ടറുകളുമായിട്ടാണ് ഡാറ്റ സംഭരിക്കുന്നത്. ഡിസ്കിൽ ട്രാക്കുകളും സെക്ടറുകളും സജ്ജമാക്കുന്ന പ്രവർത്തനത്തെ ഡിസ്ക് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നു. ഡിസ്കിൽ ട്രാക്കുകളും സെക്ടറുകളും സജ്ജമാക്കുന്ന പ്രവർത്തനമാണ് ഡിസ്ക് ഫോർമാറ്റിംഗ്. ഇതിനുശേഷം മാത്രമേ റീഡ് റൈറ്റ് പ്രവർത്തനങ്ങൾ ഡിസ്കിൽ ചെയ്യാൻ കഴിയൂ. ഫോർമാറ്റ് ചെയ്യുന്ന ഡിസ്കിൽ ഡാറ്റ ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും നഷ്ടപ്പെടും. ഡിസ്കിൽ ട്രാക്കുകളും സെക്ടറുകളും സജ്ജമാക്കുന്ന പ്രവർത്തനമാണ് ഡിസ്ക് ഫോർമാറ്റിംഗ് എന്നറിയപ്പെടുന്നത്. ഇതിനുശേഷം മാത്രമാണ് റീഡ് റൈറ്റ് പ്രവർത്തനങ്ങൾ ഡിസ്കിൽ ചെയ്യാൻ കഴിയുള്ളൂ. ഫോർമാറ്റ് ചെയ്യുന്ന ഡിസ്കിൽ ഡാറ്റ ഉണ്ടെങ്കിൽ അത് മുഴുവനും നഷ്ടപ്പെടും. ഇനി സംഭരണശേഷി, വേഗത, സമീപന സമയം എന്നിവയെ ആസ്പദമാക്കി ഹാർഡ് ഡിസ്ക് ഡ്രൈവുകളെ വിലയിരുത്തുന്ന അഥവാ റേറ്റിംഗ് നടത്തുന്നു. ഇപ്പോൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ റേറ്റ് ചെയ്യുന്നത് അതിൻ്റെ വേഗത, സംഭരണശേഷി, ആക്സസ് ടൈം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇപ്പോൾ സംഭരണശേഷി 500 GB അല്ലെങ്കിൽ 1 TB അതിലധികമോ. വേഗത എന്ന് പറയുന്നത് എത്ര വേഗത്തിലാണ് ഡിസ്ക് കറക്കുന്നത്, ഒരു മിനിറ്റിൽ എത്ര തവണ, അതായത് റൊട്ടേഷൻ പെർ മിനിറ്റ് RPM. സാധാരണയായി 5400 RPM to 7200 RPM ആണ്. RPMത്തിൻ്റെ ഫുൾ ഫോം ഓർത്ത് വയ്ക്കുക, റൊട്ടേഷൻ പെർ മിനിറ്റ്. അത് വേഗത അളക്കുന്ന യൂണിറ്റാണ് റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ഇനി ആക്സസ് ടൈം അല്ലെങ്കിൽ സമീപന ടൈം, ഡിസ്കിൽ നിന്നും ഡാറ്റ ബിറ്റുകൾ എടുക്കാൻ വേണ്ടി വരുന്ന സമയം. അത് മില്ലി സെക്കൻഡിലാണ് എപ്പോഴും പറയുന്നത്. അടുത്തത് ഒപ്റ്റിക്കൽ സംഭരണ ഉപകരണങ്ങൾ. ഡാറ്റ വായിക്കുന്നതിനും എഴുതുന്നതിനും ശക്തി കുറഞ്ഞ ലേസർ കിരണം ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ സംഭരണ മാധ്യമമാണ് ഒപ്റ്റിക്കൽ ഡിസ്ക്. ഒപ്റ്റിക്കൽ ഡിസ്കിൽ ലേസർ കിരണമാണ് ഉപയോഗിക്കുന്നത്. ലേസർ കിരണം ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ലേസർ കിരണമാണ് ഉപയോഗിക്കുന്നത്. ഇനി വളരെ പ്രചാരമേറിയ ദ്വിതീയ സംഭരണ മാധ്യമങ്ങളാണ് CD, DVD, ബ്ലൂറേ എന്നിവ പ്രധാന ഒപ്റ്റിക്കൽ ഡിസ്കുകളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒപ്റ്റിക്കൽ ഡിസ്കുകളാണ് CD, DVD, ബ്ലൂറേ എന്നിവ. ഇനി പറഞ്ഞിരിക്കുന്നത് കോമ്പാക്റ്റ് ഡിസ്ക്. CDയുടെ ഫുൾ ഫോമാണ് കോമ്പാക്റ്റ് ഡിസ്ക്. 700 MB ഡാറ്റ 700 MB ഡാറ്റ വരെ ശേഖരിക്കാൻ കഴിവുള്ള ഒരു ഒപ്റ്റിക്കൽ സംഭരണ മാധ്യമമാണ് കോമ്പാക്റ്റ് ഡിസ്ക്. കോമ്പാക്റ്റ് ഡിസ്കിൽ 700 MB വരെയാണ് ഡാറ്റ ശേഖരിച്ച് വയ്ക്കാനായിട്ട് കഴിയുന്നത്. രണ്ട് തരം CD കിരണങ്ങളാണുള്ളത്, CDR ഉം CDRW. CDRൽ
ഒരു തവണ ഡാറ്റ എഴുതാനും എത്ര തവണ വേണമെങ്കിലും വായിക്കുവാനും കഴിയും. എന്നാൽ CD-RW ഡിസ്കിൽ സംഭരിച്ചിരിക്കുന്ന ഡാറ്റയെ എപ്പോൾ വേണമെങ്കിലും മായ്ച്ചു കളയുവാനും വീണ്ടും എഴുതുവാനും സാധിക്കും. ഈ CD-Rഉം CD-RWയും ഓർത്ത് വയ്ക്കുക. CD-R എന്ന് പറയുന്നത് CD റെക്കോർഡബിൾ ആണ്. ഒരു തവണ ഡാറ്റ എഴുതാൻ പറ്റും, പക്ഷെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും വായിക്കാൻ പറ്റും. എന്നാൽ CD-RW എന്ന് പറയുന്നത് CD റീറൈറ്റബിൾ ആണ്. ഡിസ്കിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഡാറ്റയെ എപ്പോൾ വേണമെങ്കിലും മായ്ച്ചു കളയാനും പറ്റും, എഴുതുവാനും പറ്റും. അപ്പോൾ CD ഓർത്ത് വയ്ക്കുക, CD-R, CD-RW. CD-R എന്ന് പറയുന്നത് CD റെക്കോർഡബിൾ, CD-RW എന്ന് പറയുന്നത് CD റീറൈറ്റബിൾ. അടുത്തത് ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്, DVD, ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. CD-ROMന് സമാനമായ എന്നാൽ അതിനേക്കാൾ ഉയർന്ന സംഭരണ ശേഷിയുള്ള ഒരു ഒപ്റ്റിക്കൽ സംഭരണ മാധ്യമമാണ് ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. ഡാറ്റ ആലേഖനം ചെയ്യുന്നതിന് ചെറിയ സ്ഥാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ശേഷി കൈവരിച്ചിരിക്കുന്നത്. ഡാറ്റ എഴുതുവാനും വായിക്കുവാനും DVD ഡ്രൈവ് ഉപയോഗിച്ചാണ്. ഈ പ്രവർത്തനങ്ങൾക്കായി ഇവിടെയും ചുവന്ന ലേസർ കിരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒരു DVDയുടെ സംഭരണശേഷി 4.37 GB മുതൽ 15.9 GB വരെയാണ്. പ്രധാനമായും 3 തരം DVDകളാണുള്ളത്: DVD-ROM, DVD-RW, DVD-RAM. DVDയിൽ ഉപയോഗിക്കുന്നത് ചുവന്ന ലേസർ കിരണങ്ങളാണ്. DVDയുടെ സംഭരണ ശേഷി എന്ന് പറയുന്നത് 4.37 GB മുതൽ 15.9 GB വരെയാണ്. 3 തരത്തിലുള്ള DVDകളാണുള്ളത്: DVD-ROM, DVD-RW, DVD-RAM. DVD-ROM, DVD റീഡ് ഓൺലി മെമ്മറി. ഇത് CD-ROMകൾ പോലെ തന്നെ പ്രവർത്തിക്കുന്നു. ഇനി DVD-RW, DVD റീറൈറ്റബിൾ ഡിസ്കുകളിൽ എപ്പോൾ വേണമെങ്കിലും ഡാറ്റ മായ്ച്ചു കളയുവാനും പുനരാലേഖനം ചെയ്യുവാനും സാധിക്കും. ഇനി ഏതാണ് DVD-RAM? DVD റാൻഡം ആക്സസ് മെമ്മറി ഡിസ്കുകളിൽ ഡാറ്റ ആവർത്തിച്ച് ആലേഖനം ചെയ്യാനും മായ്ച്ചു കളയുവാനും സാധിക്കും. DVD-RAM ഘടന പിന്തുണയ്ക്കുന്ന കമ്പനികൾ നിർമ്മിക്കുന്ന ഉപകരണങ്ങൾക്ക് മാത്രമേ ഇവ അനുഗുണമാവുകയുള്ളൂ. ഇതിനെ DVD റീറൈറ്റബിൾ ഡിസ്കുമായി സാമ്യപ്പെടുത്താവുന്നതാണ്. എന്നാൽ അവയേക്കാൾ ഉയർന്ന ഉപയോഗ കാലയളവുള്ളതും അടുത്തടുത്ത് മായ്ച്ച് ഉപയോഗിക്കാവുന്നതുമാണ്. ഇനി DVD-5 എന്നറിയപ്പെടുന്ന സാധാരണ DVDയിൽ 4.37 GB ഡാറ്റ സംഭരിക്കാൻ പറ്റും. DVD-18 എന്നറിയപ്പെടുന്ന ഇരട്ട വശങ്ങളുള്ള ദ്വന്ദ്വ ലെയറിനോട് കൂടിയ DVDയിൽ 15.9 GB ഡാറ്റ ശേഖരിക്കാൻ പറ്റും. അടുത്തത് ബ്ലൂറേ DVD. ഹൈ ഡെഫിനിഷൻ വീഡിയോകൾ ആലേഖനം ചെയ്യുന്നതിനും പുനരാലേഖനം ചെയ്യുന്നതിനും അവ വീണ്ടും കാണുന്നതിനും വികസിപ്പിച്ചെടുത്ത ഒപ്റ്റിക്കൽ ഡിസ്ക് ഘടനയാണ് ബ്ലൂറേ. ഇതിൽ ഭീമമായ അളവിലുള്ള ഡാറ്റ സംഭരിക്കാനാവും. CD-DVD സാങ്കേതിക വിദ്യകൾ എഴുതുന്നതിനും വായിക്കുന്നതിനും ചുവന്ന ലേസർ കിരണങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബ്ലൂറേയിൽ നീല വയലറ്റ് ലേസറാണ് ഉപയോഗിക്കുന്നത്. ബ്ലൂറേയിൽ ഉപയോഗിക്കുന്നത് നീല വയലറ്റ് ലേസറുകളാണ്. അതുകൊണ്ട് ബ്ലൂറേ എന്ന പേര് ഉണ്ടായതും. ചുവന്ന ലേസറിനെ അപേക്ഷിച്ച് നീല വയലറ്റ് ലേസറിന് കുറഞ്ഞ തരംഗദൈർഘ്യം ഉള്ളതിനാൽ വളരെ കൃത്യതയോടെ ലേസർ സ്ഥാനങ്ങൾ ക്രമീകരിക്കാൻ കഴിയുകയും എന്നതാണ് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മെച്ചം. ഡാറ്റയെ കൂടുതൽ അടുക്കി ക്രമീകരിക്കാൻ ഇത് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ CD-DVDയുടെ അതേ വലിപ്പമേ ഉള്ളുവെങ്കിലും കൂടുതൽ ഡാറ്റ ഇതിൽ സംഭരിക്കാനാവും. ബ്ലൂറേ DVDയിൽ CD-DVDനേക്കാളും കൂടുതൽ ഡാറ്റ സംഭരിക്കാനാവും. ഒരു സാധാരണ DVDയുടെ 5 മടങ്ങ് സംഭരണശേഷി ഇവയ്ക്കുണ്ടാവും. ഒരു സാധാരണ DVDനേക്കാളും 5 മടങ്ങ് സംഭരണശേഷി ഉണ്ടാകും. ഏക ലെയർ ഡിസ്കിന് 25 GB വരെയും ദ്വന്ദ്വ ലെയർ ഡിസ്കിന് 50 GB വരെയും സംഭരണശേഷി ഉണ്ടാകും. ബ്ലൂറേ DVDയിൽ ഉപയോഗിക്കുന്നത് നീല വയലറ്റ് ലേസറുകളാണ്. ഇതിന് സംഭരണശേഷി വളരെ കൂടുതലാണ്. ഒരു സാധാരണ DVDയുടെ 5 മടങ്ങ് ശേഷി വരെ ഇതിന് സംഭരിക്കാനാവും. ഒരു ലെയർ ഡിസ്കിന് 25 GB വരെയും 2 ലെയർ ഡിസ്കിന് 50 GB വരെയും സംഭരിക്കാനാവും. അടുത്തത് അർദ്ധചാലക സംഭരണി അല്ലെങ്കിൽ ഫ്ലാഷ്
മെമ്മറി, ഫ്ലാഷ് മെമ്മറി അല്ലെങ്കിൽ അർദ്ധചാലക സംഭരണി. ഡാറ്റ സംഭരണത്തിനായി ഫ്ലാഷ് ഡ്രൈവുകൾ EEPROM ചിപ്പുകൾ ഉപയോഗിക്കുന്നു. EEPROM നമ്മൾ പഠിച്ചായിരുന്നു, ഇലക്ട്രിക്കലി ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. മറ്റ് ദ്വിതീയ സംഭരണികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫ്ലാഷ് മെമ്മറി വേഗതയേറിയതും ശാശ്വതവുമാണ്. വിവിധ തരം ഫ്ലാഷ് മെമ്മറികളാണ് പറയുന്നത്. USB ഫ്ലാഷ് ഡ്രൈവ്. ആദ്യത്തേത് ഫ്ലാഷ് മെമ്മറി അടങ്ങിയിട്ടുള്ള നമ്മുടെ തള്ളവിരലിന്റെ വലിപ്പമുള്ള ഒരു ബാഹ്യ സംഭരണ ഉപകരണമാണ് ഫ്ലാഷ് ഡ്രൈവ്. ഫ്ലാഷ് ഡ്രൈവുകൾ കൊണ്ടു നടക്കാൻ എളുപ്പവും പുനരാലേഖനം സാധ്യവുമാണ്. നിലവിലുള്ള USB ഡ്രൈവുകളുടെ സംഭരണശേഷി 2 GB മുതൽ 32 GB വരെയാണ്. ഇതാണ് ഫ്ലാഷ് മെമ്മറി കാർഡുകൾ. ഇവിടെ തന്നിട്ടുണ്ട് ഫ്ലാഷ് മെമ്മറി കാർഡുകൾ. അടുത്തത് ഫ്ലാഷ് മെമ്മറി കാർഡുകൾ. ഇവിടെ മാറിപ്പോയി. USB ഫ്ലാഷ് ഡ്രൈവ്, ഇതാണ് ചിത്രം. ഇതാണ് ഫ്ലാഷ് മെമ്മറി കാർഡ്. ഫ്ലാഷ് മെമ്മറി കാർഡ്. മറ്റൊരു തരം ഫ്ലാഷ് മെമ്മറിയാണ് ഫ്ലാഷ് മെമ്മറി കാർഡ്. അവ പരന്നതും ഏതാണ്ട് 2 മില്ലിമീറ്റർ കനത്തിൽ 1 ഇഞ്ച് 0.75 ഇഞ്ച് വലിപ്പമുള്ളതുമാണ്. നിലവിലുള്ള മെമ്മറി കാർഡുകൾക്ക് 1 GB മുതൽ 32 GB വരെ സംഭരണശേഷിയുണ്ട്. ഫ്ലാഷ് മെമ്മറിയുടെ ചെറു പതിപ്പുകൾ സെൽ ഫോണുകൾ, ടാബ്ലറ്റുകൾ മുതലായവയിൽ ഉപയോഗിക്കുന്നു. 1 മില്ലിമീറ്ററിൽ താഴെ കനമുള്ള ഈ ചെറിയ കാർഡുകളുടെ വലിപ്പം ഏതാണ്ട് 6 mm × 3 mm ആയിരിക്കും. ഇത് ഓർത്ത് വെക്കുക. ഫ്ലാഷ് മെമ്മറി കാർഡുകളുടെ വലിപ്പം ഏതാണ്ട് 6 mm × 3 mm ആയിരിക്കും. ഇനി നമ്മളോട് പറയുന്നത് കമ്പ്യൂട്ടറിൽ മെമ്മറിയുടെ പ്രാധാന്യമാണ്. പ്രധാനമായിട്ട് നമ്മൾ ഈ ബോക്സ് നോക്കിയാൽ മതി. വിവിധ തരം ഡാറ്റ സംഭരണികളുടെ സവിശേഷതകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൽ രജിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് പറഞ്ഞിട്ടുണ്ട്, റാം പറഞ്ഞിട്ടുണ്ട്, ഹാർഡ് ഡിസ്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വേഗത എന്ന് പറയുന്നത് ഏറ്റവും വേഗം, ഇതിനേക്കാളെല്ലാം ഏറ്റവും വേഗതയുള്ളത് രജിസ്റ്ററാണ് ഏറ്റവും വേഗതയുള്ളത്. ഇതാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടറിലെ അതിവേഗതയുള്ള മെമ്മറി ഏതെന്ന് ചോദിച്ചാൽ അത് രജിസ്റ്റർ മെമ്മറിയാണ്. കമ്പ്യൂട്ടറിലെ അതിവേഗതയുള്ള മെമ്മറി രജിസ്റ്റർ മെമ്മറിയാണ്. അപ്പോൾ ഇതിന് എന്താണ്, വളരെ കുറവ് സംഭരണശേഷിയാണുള്ളത്. ഈ രജിസ്റ്റർ മെമ്മറിക്ക് വളരെ കുറവ് സംഭരണശേഷിയാണ് ഉള്ളത്. ഇത് രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത് ഒരു അസ്ഥിര മെമ്മറിയാണ്. അടുത്തത് ക്യാഷ് മെമ്മറി. ഇതിനും വേഗത കൂടുതലാണ്, എന്നാൽ രജിസ്റ്റർ മെമ്മറിയുടെ അത്രയും വരത്തില്ല. സംഭരണശേഷി കുറവാണ്. ആനുപാതിക മൂല്യം വളരെ കൂടുതലാണ്. ഇത് അസ്ഥിരമാണ്. ഇതും ക്യാഷ് മെമ്മറിയും അസ്ഥിര മെമ്മറിയാണ്. ഇനി നമ്മൾ നോക്കുന്നത് റാമാണ്, റാൻഡം ആക്സസ് മെമ്മറി. വേഗത വളരെ കൂടുതലാണ്, സംഭരണശേഷി കുറവാണ്, ആനുപാതിക മൂല്യം കൂടുതലാണ്. ഇതും റാം മെമ്മറി എന്ന് പറയുന്നത് അസ്ഥിര മെമ്മറിയാണ്. ഇനി അടുത്ത് പറയുന്നത് ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്കിന് മിതവേഗം, സംഭരണശേഷി ഏറ്റവും കൂടുതലുള്ളത് ഇതിനാണ്. ഇപ്പം തന്നിരിക്കുന്ന മെമ്മറിയിൽ സംഭരണശേഷി ഏറ്റവും കൂടുതലുള്ളത് ഹാർഡ് ഡിസ്കിനാണ്. ആനുപാതിക മൂല്യം വളരെ കുറവാണ്. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഒരു സ്ഥിര മെമ്മറിയാണ്. ഇതെല്ലാം അസ്ഥിര മെമ്മറിയാണ്, പക്ഷേ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഒരു സ്ഥിര മെമ്മറിയാണ്. ഈ 2 ക്വസ്റ്റ്യൻ നോക്കുക. കമ്പ്യൂട്ടറിലെ അതിവേഗതയുള്ള മെമ്മറിയാണ് രജിസ്റ്റർ മെമ്മറി. കമ്പ്യൂട്ടറിലെ അതിവേഗതയുള്ള മെമ്മറിയാണ് രജിസ്റ്റർ മെമ്മറി. ഒരു സാധാരണ DVDയുടെ സംഭരണശേഷി എത്രയായിരിക്കും? 4.37 GB. ഒരു സാധാരണ DVDയുടെ സംഭരണശേഷി 4.37 GB. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ മെമ്മറീൻ്റെ ഫുള്ള് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് നോക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് കാണാം. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.